അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടുമൂന്ന് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറയുവാണെങ്കിൽ അനുമോൾ ബിൻസി വിഷയം. ഇനി അനുമോൾ ബിൻസി വിഷയം ഞാൻ പറയാം, ആ ബിൻസിയുടെ ഇഷ്യൂ അവിടെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിൻസിക്ക് മെയിനായിട്ട് അനുമോളായിട്ട് അഡ്രസ്സ് ചെയ്യാനുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ, ബിൻസി ഇവിടെ ഇല്ലാത്ത സമയത്ത്, അതായത് വീടിനകത്ത് ഇല്ലാത്ത സമയത്ത് എന്തിന് ബിൻസിയെക്കുറിച്ചും നമ്മുടെ പനിയും കുറിച്ച് ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞില്ലേ ഒരു ഇഷ്യൂവിൽ, അതെന്തിനു പറഞ്ഞു എന്നാണ് ബിൻസിയുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അതെനിക്ക് ന്യായമായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം വെച്ചാൽ ബിൻസി ഒരാളില്ലാത്ത ആളെ കുറിച്ച് അന്ന് പറയുന്നത് ഞാൻ അന്നത്തെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിൻസി അത് പുറത്ത് നോക്കുമ്പോൾ ബിൻസിക്ക് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് ചോദിച്ചാണ് ബിൻസി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ അനുമോള് പറയുന്നത് എനിക്കത് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ നല്ലതിന് വേണ്ടി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അനു. അതിനാണ് സദാചാരം എന്ന് പറയുന്നത്. പിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ബാക്കിയുള്ളവരോട്? അല്ല, ഇറ്റ്സ് അബൌട്ട് യു. ആൻഡ് അതാണ് എപ്പോഴും ആ സദാചാരം ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും സ്വന്തം സ്വന്തം വിലയാണ്. മറ്റുള്ളവരെ താഴ്ത്തി കാണാം, മറ്റുള്ളവരിൽ കുറ്റം കാണാം, മറ്റുള്ളവർ ചെയ്യുന്ന എന്തും തെറ്റാന്ന് തോന്നുക. ആ തോട്ടാണ് അനുമോൾക്കുള്ളത്. അത് തന്നെയാണ് അവിടെ പ്രശ്നം. അവിടെ അനുമോൾ ചെയ്തപ്പം, അനീഷിനോട് ചെയ്തപ്പം അത് ആരും സദാചാരം പറഞ്ഞു വന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ ചെയ്തത്? അല്ല മറ്റു രീതിയിൽ നീ അങ്ങനെ ഭയങ്കര അവിടെ വീടിനകത്തും അങ്ങനെ ആരും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടില്ല അല്ലേ? അപ്പോൾ പിന്നെ എന്തിന് അനു അനു ചെയ്യുന്നു? അനു ചെയ്യുമ്പോൾ തമാശയും, മറ്റുള്ളവർ ചെയ്യുമ്പോൾ മാത്രം അത് സദാചാരത്തെ കണ്ണോടെ കാണുന്ന എന്തിന്? അത് ക്വസ്റ്റ്യനാണ്, അത് വലിയൊരു ക്വസ്റ്റ്യൻ. അനുവിന് തന്നെ ആൻസർ ഇല്ല. അനുവിന് ആൻസർ ഇല്ല. കാരണം അനുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അനുവിൻ്റെ സദാചാരം സംഭവം തുടങ്ങി കേട്ടോ, ബിൻസി സംഭവം. ഇനി ഞാൻ പറയുകയാണെങ്കിൽ അവിടെ എല്ലാവരും കുറ്റക്കാരാണ്. ഈ ആദില, നൂറ, എല്ലാവരും ഇൻക്ലൂഡിങ് നമ്മുടെ രേണു സുധി വരെ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബിൻസിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, എപ്പിസോഡ് നോക്കി അറിയാൻ പറ്റും. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരാരും അതെടുത്തിട്ട് ഗെയിമിലിട്ടിട്ട് കളിച്ചില്ല. അവിടെ ഗെയിം കളിച്ചത് അനുവാണ് ആ സമയത്ത്. എന്നിട്ട് അപ്പാനോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് പുറത്ത് പോകും. അനു എന്ത് പറഞ്ഞാലും പുറത്ത് ഡബിൾ ആക്കിയല്ല 10x കാണിക്കുന്ന ആൾക്കാരാണ് പുറത്തിരിക്കുന്നതെന്ന് ഓർക്കണം അനു. അത് അനുവിന് അറിയില്ലായിരിക്കാം, പക്ഷേ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് അനുവിനോട് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നതും അവർക്കത് ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്നതും. അവർ അത്രയധികം സൈബർ ബുള്ളിങ് സഹിച്ചിട്ടുണ്ടാവും. അതാണ് സംഭവം. പിന്നെ ഇവിടെ ആദില പറയുന്നുണ്ട്, അനു ബിൻസിയുടെ ക്ലീവേജ് കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് അനു എടുത്ത് പറഞ്ഞു. അത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നിട്ട്, അത് ആ വൈറ്റ് ഡ്രസ്സ് അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ക്ലീവേജിൻ്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമ്മൾ പല ആംഗിളിൽ ഇരിക്കുകയല്ലേ, നമുക്ക് എങ്ങനെയാണ് എപ്പോഴാണ് ഡ്രസ്സ് ഒന്ന് പല ക്യാമറ ആംഗിളുണ്ട്. എങ്ങനെയൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ കാണാം. അവരത് കട്ട് ചെയ്ത്, എഡിറ്റേഴ്സിൻ്റെ ജോലിയാണ് അത് കട്ട് ചെയ്ത് അവരിടും. ഇനി എന്തെങ്കിലും ഒരു അകത്ത് കണ്ട മനുഷ്യരല്ലേ, അത്രയേ ഉള്ളൂ. ആ വീടിനകത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുറച്ച് എഡിറ്റിംഗ്, അതുകൊണ്ടാണ് ലൈവൊക്കെ എഡിറ്റഡ് ആയിട്ട് ലൈവ് പോകുന്നത്. പല കാര്യങ്ങളും പുറത്തേക്ക് ഇടാതിരിക്കാനാണ് ആ എഡിറ്റിംഗ് ടീം ചെയ്യുന്നത്. സോറി. അപ്പോൾ അതിനെക്കുറിച്ച് അനു അവിടെ പരാമർശിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് പക്ഷേ ആദില ശരിക്കും പറഞ്ഞാൽ അനുവിനിട്ട് കൊടുക്കുന്നതാണ്. ആദിലയും നൂറയും ശരിക്കും ഇതിലൊക്കെ കൈ വലിച്ചിട്ടുണ്ട്. എല്ലാത്തിലും അവർക്ക് കൈയുണ്ട് കേട്ടോ. ഈ സാരിയുടെ, ഇനി അടുത്ത സാരികയുടെ ഇഷ്യൂ ആണെങ്കിലും അതിലൊക്കെ കൈയുണ്ട്. അപ്പോൾ ഇത് ഷാനവാസ് ഇവിടെ പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റാത്ത. കാരണം എന്താ, ഷാനവാസ് എതിർത്ത് കളിച്ചതും കാണാത്ത കേൾക്കാത്ത കാര്യം എന്തിനെടുത്ത് കളിക്കണം? നമ്മൾ സ്വന്തം കണ്ടിട്ടില്ല, സ്വന്തം അഭിപ്രായം എല്ലാവരും പറഞ്ഞ കേട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അപ്പുറത്ത് പോയി അബിയോട് എന്തെങ്കിലും ന്യായം കാര്യമില്ല ഷാനവാസെ. അതാണ് ഷാനവാസിൻ്റെ കുഴപ്പം. അപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം ഇവിടെ പൊളിഞ്ഞിട്ട് ശരിക്കും ഞാൻ പറയട്ടെ, കട്ട ഫാൻസ് അവർ തന്നെ വോട്ട് ചെയ്തോളൂ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ടൊരു പുതിയ വോട്ടിംഗ് ബാങ്കൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലെല്ലാം ഷാനവാസിൻ്റെ ആയാലും അനുവിൻ്റെയൊക്കെ നെഗറ്റിവിറ്റി എന്നാണ് ഇന്ന് മുഴുവൻ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. കാരണം കർമ്മ തിരിച്ചടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ബുള്ളി ഗ്യാങ്ങായിട്ട് അവിടെ തോന്നിയിട്ടുള്ളത് ഇവർ തന്നെയാണ്. ഷാനവാസും ഇവരാണ് അവിടെ. മറ്റുള്ളവർ ഗ്യാങ് കൂടിയിട്ടുണ്ടെങ്കിലും അവർ കളി തമാശയും ചിരിയൊക്കെ ആയിട്ടാണെങ്കിലും ഇവർ ചെയ്യുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, ആ നെഗറ്റീവ് ഡിഫെമേഷനും മറ്റുള്ളവരെ ഇങ്ങനെ തളം താറ്റി കാണിക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു സംഭവം ഈ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബുള്ളി ഗ്യാങ്ങായിട്ട് എപ്പോഴും ഇവരെ തന്നെ തോന്നിയിട്ടുള്ളൂ. ആരെ? അതില നൂറ, ഷാനവാസ്, അനു. പിന്നെ ശൈത്യം ഉണ്ടായിരുന്നു. ശൈത്യം പിന്നെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ശൈത്യം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ശൈത്യനെ ഇതിൽ തന്നെ നിൽക്കുള്ളൂ. സംശയം എന്താ? ഒരു സംശയമില്ല. അപ്പോൾ അതാണ് മെയിൻ. പിന്നെ അടുത്ത ഇഷ്യൂ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശാരികയുടെ ഇഷ്യൂ, ശാരിക അതില നൂറ ഇഷ്യൂ. അത് ശരിക്കും പറഞ്ഞാൽ വലിയ ചർച്ചയൊന്നുമായിട്ട്, പക്ഷേ ശാരികയ്ക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ശാരിക അത് ക്ലിയർ ചെയ്യണമെന്ന് പറയുക. അതുകൊണ്ടാണ് ശാരികയ്ക്ക് ഇവരോട് ദേഷ്യം. അതില നൂറോട് ദേഷ്യം. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ പ്രശ്നത്തിലും ഇവരുണ്ട്. അവർക്ക് നല്ലോണം നെഗറ്റീവ് അടിക്കും. ഞാൻ സത്യം പറയാം, നിങ്ങളുടെ ഫാൻ അല്ലാതെ കുറച്ച് പേര് പുറത്തുനിന്ന് വോട്ട് ചെയ്യുന്നവരുണ്ടാവും ആ നൂറയ്ക്കൊക്കെ. അതുപോലെ നൂറ എന്തിനാണ് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഫൈനൽ വീക്കാണ്. ഓവർ റിയാക്ഷൻ ഒന്നും ചെയ്യാതെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. പല ഇഷ്യൂസ് വന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് ആക്സെപ്റ്റ് ചെയ്ത് സോറി പറഞ്ഞ് പോവുക. അതാണ് ബുദ്ധി. അല്ലെങ്കിൽ വെറുതെ സ്വന്തം എന്താ പറയുക, ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ, ആ വോട്ടിങ്ങിനൊക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നൂറ് അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നൂറ് അവിടെ ന്യായീകരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇവരിങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം ശാരികയ്ക്ക് അത് പുറത്ത് എഫക്റ്റ് ആയിട്ടുണ്ട്. അതായത് ആ ലെസ്ബിയൻ ആ ഒരു ഫീൽ, ആ ടോക്ക് വന്നുകൊണ്ട്
അതെന്തിനാണ് അവിടെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ശാരിക ഒരു വേറെ രീതി പറഞ്ഞു, ഇവർ വേറെ പോയി അനുവിനോട് വേറെ രീതി പറഞ്ഞു, പിന്നെ അവസാനം അത് വേറെ രീതിയായി പുറത്തു എത്തിയപ്പം. അപ്പോൾ ശാരികയ്ക്ക് അത് ക്ലിയർ ചെയ്യണമെന്ന്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെവീനും ജിഷിനും ഇഷ്യൂ. നെവിൻ്റെ ജിഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ജിഷിൻ അവിടെ കുക്കിംഗ് കയറി, ഓക്കെ ഫൈൻ. നെവിൻ അവിടെ പോയി പൂരി എടുക്കാൻ നോക്കി. പക്ഷെ എന്തോ അത് കാണിച്ചിട്ടില്ല കേട്ടോ, എപ്പിസോഡിലൊന്നും കാണിച്ചില്ല, കട്ട് ചെയ്താണ്. നെവിൻ്റെ കയ്യിലേക്ക് എണ്ണയൊക്കെ തെറിച്ച് പൊള്ളിയിട്ടുണ്ട്. ചെറിയൊരു പുള്ളി, എണ്ണ തെറിച്ചാണോ എനിക്കറിയില്ല, എന്തോ പൊള്ളിയിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷേ ഞാൻ കാണുമ്പോൾ പൂരി വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടങ്ങുന്നു. നെവിൻ എടുത്ത പൂരി എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടേണ്ട ആവശ്യം എന്താ ജിഷിൻ്റെ ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ജിഷിൻ എന്തിനാണ് ചെയ്തത്? ഒരാൾ എടുക്കാൻ വന്നു, അത് അയാൾ തിന്നോട്ടെ എന്ന് വെക്കണം, എന്നിട്ട് പറയണം ഇനി എടുക്കാൻ വരരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം. ആ പൂരി ആരെ കൂടെ അതായത് തിന്നരുത്, എന്നിട്ട് അതുകൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇട്ടിരിക്കുന്നു. അത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിന് കഴിഞ്ഞിട്ട് അവിടെ നെവിനോട് പറയുന്നുണ്ട് നീ തിന്നാൻ മാത്രം വരുന്നുള്ളൂ. നെവിൻ അങ്ങനെയാണ്, തിന്നുകയും ചെയ്യും, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. അതിന് ശേഷം എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു, തിന്നാനൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നെവിൻ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തും സ്വയം തിന്നുകയും ചെയ്യും. പക്ഷേ അവിടെ അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്ര നാളും വെച്ച് നമ്മളും കാണുന്നതാണ്. അനുവൊക്കെ പോകുമ്പോൾ നെവിൻ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാം ചെയ്തു. അപ്പോൾ ആ ഒരു വ്യക്തിയോട് അങ്ങനെ പറയുമ്പം നിങ്ങൾ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് നെവിന് നല്ലതായിരിക്കും. അത് നല്ലതായിരിക്കും. ലാസ്റ്റ് വോട്ടിംഗ് സമയത്ത് കുറച്ച് പോസിറ്റീവായിട്ട് നെവിൻ വരും. നിങ്ങൾക്ക് പിന്നെ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, ഓൾറെഡി സൈബർ ബുള്ളിങ് ഒക്കെ സഹിക്കുന്ന ആൾക്കാരായിരിക്കും. എന്തായാലും അതിൻ്റെ ഭാഗത്ത് എനിക്ക് നെവിൻ്റെ ഭാഗത്താണ് കുറച്ചുകൂടി ന്യായമായിട്ട് തോന്നിയത്. അവിടെ അക്ബർ സംസാരിച്ചൊക്കെ എനിക്ക് ന്യായമായിട്ട് തോന്നിയത് കേട്ടോ. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ജിഷിൻ അത് വെറുതെ കൊളാക്കിയതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ മസ്താനി എൻട്രി അറിയാലോ. നമ്മുടെ അപ്പാനിയും മസ്താനിയായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, അവർ സംസാരിക്കത്തില്ല. മസ്താനിക്കാണെങ്കിൽ ഭയങ്കര ഡിപ്രഷനാണ് കേട്ടോ. പുള്ളിക്കാരി നല്ലോണം സൈബർ ബുള്ളിങ് സഹിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഗെയിമിൻ്റെ രീതി കൊണ്ടാണ് മസ്താനിയെ സഹിക്കേണ്ടി വന്നത് കേട്ടോ. അത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് കളിച്ച് അവസാനം ഒന്നുമില്ലാതെ ഇറങ്ങേണ്ടി വന്നില്ലേ. അങ്ങനെ ചെയ്യരുത്. അടുത്ത സീസണിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ അതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. എനിക്കത്രയേ ഉള്ളൂ. ഇനി റെനയും സരിക പി ജി അല്ലേ, പുള്ളിക്കാരി തമ്മിലുള്ള ഒരു ഇഷ്യൂ വേറെ ഒന്നുമല്ല. അവർ തമ്മിലൊക്കെ റെനയ്ക്കാണെങ്കിൽ എന്ത് സംസാരിച്ചാലും റെന ഒരു ഭയങ്കര ഒരു വേറെ രീതിയാണ് റെന സംസാരിക്കുന്നത്. അത് കേട്ടിരിക്കുമ്പം ചിലർക്ക് അത് കൊണ്ട് തയ്ക്കണമെന്നില്ല. പ്രത്യേകിച്ച് എന്താണ്, നിങ്ങൾ പോയത് സ്റ്റോർ റൂം വഴിയല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ശരി, അത് അവർക്ക് ഫീൽ ചെയ്യും. അത് നമ്മളാണെങ്കിൽ ഫീൽ ചെയ്യില്ല. ഓരോരുത്തർക്ക് ഓരോ രീതിയായിരിക്കും എവിക്ഷൻ. അത് ഓരോരുത്തരുടെ അത് പുള്ളിക്കാരിക്കും തോന്നിക്കാണും അത് എന്തൊരു എവിക്ഷനായി പോയെന്ന്. അപ്പം അതിനൊക്കെ കുറിച്ച് എടുത്ത് പറയുമ്പം അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ നേരത്തെ എവിക്റ്റായി പോയില്ലേ, അതൊക്കെ എവിക്റ്റായി പോകുന്ന കാര്യമൊന്നും ഇപ്പോൾ പറയാതിരിക്കുന്നത് നല്ലത്. ഓരോരുത്തരുടെ പി ആർ അനുസരിച്ച് അവിടെ നിൽക്കുന്നത് എനിക്കിപ്പോൾ തോന്നുള്ളൂ. നേരത്തെ ചോദിച്ചു വെച്ചു എത്ര പി ആർ എത്ര കണ്ടസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ആരൊക്കെ എങ്ങനെയാണ് പോകുന്നത്. ഒരു മാസത്തെ പി ആർ ആണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ പോകും, അല്ലെങ്കിൽ 2 മാസത്തെ പി ആർ ആണെങ്കിൽ 2 മാസം കഴിയുമ്പോൾ പോകും. ഇത് തന്നെയല്ലേ അല്ലെങ്കിൽ 50 ദിവസത്തെ പി ആർ ആണെങ്കിൽ 50 ദിവസം കഴിയുമ്പോൾ പോകും. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ റെന കൊടുത്തിരിക്കുന്നത് 50 ദിവസത്തെ പി ആർ ആയിരിക്കും. അതുകൊണ്ടാണ് 50 ദിവസം കൃത്യമായിട്ട് റെന പറഞ്ഞതും 50 ദിവസം കഴിയുമ്പോൾ റെന പുറത്ത് പോയതും ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ പി ആറിൻ്റെ കളിയാണ്. ആര് പുറത്തു, അപ്പോൾ ഒരു പി ആറും ഇല്ലാതെ വന്നാൽ ഞാൻ നേരത്തെ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. ഇത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇപ്പോൾ ഗെയിം പി ആർ വെച്ചിട്ട് ഗെയിം കളിക്കുക. അപ്പോൾ പിന്നെ എന്താണ് നമ്മളൊക്കെ വോട്ട് ചെയ്ത് നമ്മുടെ ആ ഗെയിം ഓഡിയൻസിൻ്റെ ഓഡിയൻസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിർത്തണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ പി ആർ എടുത്തിട്ടില്ലെങ്കിൽ അയാൾ പോകും. അപ്പോൾ എന്താണ് ഓഡിയൻസിന് എന്താണ് വാല്യൂ ഉള്ളത് അവിടെ? വോട്ടിന് എന്താണ് വാല്യൂ ഉള്ളത്? ഓഡിയൻസ് എന്താണ് സേ ഉള്ളത്? ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ ഒരു പരാജയം കേട്ടോ. ഇനി ഈ സീസണിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ പതുക്കെ ഓഡിയൻസ് ഡിസ്കണക്റ്റ് ആവും. കാരണം അവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ആദ്യം പോവും, അല്ലെങ്കിൽ അങ്ങനെ പോകും, അല്ലെങ്കിൽ അവർ പി ആർ എടുത്തിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ രാജാവാവും. ഇതാണ് അപ്പം കാര്യമില്ല. അപ്പം ഇതൊക്കെ ബിഗ് ബോസ് ടീം തന്നെ ഇതൊക്കെ മാറ്റണം കേട്ടോ. എന്തായാലും അത് മാറ്റിയേ പറ്റൂ. ഇത് മാറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യും. നമുക്കൊക്കെ ഇൻട്രസ്റ്റ് പോകും. റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇൻട്രസ്റ്റ് പോകുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു രസകരമായിട്ട് കാര്യങ്ങൾ പറയാമെന്ന്, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അനാലിസിസ് ചെയ്ത് വരുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്ന ആളായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ എന്ത് കാര്യം? എന്താണ് അതിനുള്ള നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം ബിഗ് ബോസ് ടീമിനോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത കൊല്ലം പി ആർ എടുത്തവരൊന്നും കൊണ്ടുവരല്ലേ. പി ആർ വേണമെങ്കിൽ നിങ്ങളൊരു പി ആർ ഏജൻസി തുടങ്ങിക്കോ, ബിഗ് ബോസ് ടീം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും പറയും ഈക്വൽ പി ആർ കൊടുക്കുക, ഈക്വൽ പി ആർ. അങ്ങനെയെങ്കിലും ജസ്റ്റിഫൈഡ് ആവും. പി ആർ വേണം എല്ലാവർക്കും, ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ശമ്പളം ഇറക്കാനായിട്ട്. ഈക്വൽ പി ആർ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് അതും ബിസിനസ്സാക്കി എടുക്കാം വേണമെന്ന് വെച്ചാൽ ബിഗ് ബോസ് ടീമിന്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്കിയൊന്നുമില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്നു. പിന്നെ അതിലാണ് എല്ലാ പ്രശ്നത്തിലും ഉണ്ട്. ഇന്ന് ഫൈറ്റിങ്ങിലാണ് അവർ രണ്ടുപേരും ഇല്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതാണ് ഉണ്ടായത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും. ഇനി അടുത്ത ആൾക്കാർ വരുമല്ലേ, ആര്യനായിട്ടൊക്കെ വരും. ആര്യന് ഇൻ്റർവ്യൂ കൊടുത്തല്ലേ മസ്താനിക്ക്, അത് അപ്പം എന്തായാലും ചോദിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഒക്കെ എന്തായാലും ഉണ്ടാവും ഇനി ആൾ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളത്തെ എപ്പിസോഡിനായിട്ട് വരാം.
എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നൊക്കെ ഇടയ്ക്ക് തോന്നും കേട്ടോ ശരിക്കും. കാരണം വയ്യ, മതിയായി ഈ സെയിം ഇഷ്യൂ, ഈ സെയിം കുലസിതം, സെയിം നെഗറ്റിവിറ്റി. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ റിപ്പീറ്റ് വരാം. അതുവരെ ബൈ ബൈ.